ഇന്ന് നമുക്ക് ഓഹോ എന്തൻ ബേബി എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, അസിസ്റ്റന്റ് ഡയറക്ടറായ നായകൻ സ്വന്തമായൊരു സിനിമ ചെയ്യണമെന്ന് തീരുമാനിച്ച് സിനിമാ നടനായ വിഷ്ണു വിശാലിനടുത്തെത്തി. ഒരു കഥ പറയും. എന്നാൽ ആ കഥയാണെങ്കിൽ വിഷ്ണു വിശാലിന് ഇഷ്ടമാകുന്നില്ല. ഒടുവിൽ നായകനാണെങ്കിൽ തന്റെ ജീവിതകഥ മുഴുവനായിട്ടും വിഷ്ണു വിശാലിനോട് പറയുന്നു. ആ ഒരു കഥ കേട്ട് വിഷ്ണു വിശാലിന് ഒരുപാട് ഇഷ്ടമായി. എന്തായിരിക്കും നായകന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക? അതെന്തെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ കഥാനായകനായ അശ്വിനെ കാണിക്കുന്നു. അശ്വിൻ ഇപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സ്വന്തമായൊരു സിനിമ ചെയ്യണമെന്നാണ് അശ്വിന്റെ ഏറ്റവും വലിയ ആഗ്രഹവും. എന്നാൽ ഇപ്പോൾ ഒരു നടന് മുന്നിൽ കഥ പറയുവാനുള്ള അവസരം അശ്വിന് കിട്ടിയിരിക്കുകയാണ്. അശ്വിൻ അങ്ങനെ നടന്റെ വീട്ടിലേക്ക് എത്തുന്നു. ആ നടൻ മറ്റാരുമല്ല, വിഷ്ണു വിശാലാണ്. വിഷ്ണു വിശാലിനടുത്തെത്തിയിട്ട് തന്റെ കൈവശമുള്ള കഥ പറയും. അതാണെങ്കിൽ അത്യാവശ്യം സസ്പെൻസ് ത്രില്ലറൊക്കെ ആയിരുന്നു. പക്ഷേ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ വിഷ്ണു വിശാലിന് ഒട്ടും ഇഷ്ടമായതേയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ ചെയ്യാൻ തനിക്ക് താല്പര്യമില്ല എന്നും വിഷ്ണു വിശാൽ പറഞ്ഞു. അശ്വിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ ഒരു സിനിമ ചെയ്യണമെന്ന്. അതിപ്പോൾ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയായി. അത് കാരണം വിഷ്ണു വിശാലിന്റെ അസിസ്റ്റന്റ് അശ്വിനോട് പറയും, നിന്റെ കയ്യില് ഈ ലവ് സ്റ്റോറി അങ്ങനെയൊന്നുമില്ലേ പറയാനായിട്ട്? അത്യാവശ്യം നല്ല വല്ല കഥയും ഉണ്ടെങ്കിൽ അത് പറയുവാനായിട്ടും അസിസ്റ്റന്റ് പറയുന്നു. അശ്വിൻ ഉടനെ തന്നെ തന്റെ പാസ്റ്റ് ലൈഫിനെ പറ്റി ചിന്തിക്കും. എന്നിട്ട് തന്റെ കഥ തന്നെ പറയുവാനായിട്ടും അശ്വിൻ തീരുമാനിക്കുന്നു. അശ്വിൻ നേരെ വിഷ്ണു വിശാലിനടുത്തേക്കെത്തി. ഞാനൊരു കഥ പറയാം. ഒരു ലവ് സ്റ്റോറി പോലെയാണ്. അശ്വിൻ തന്റെ ജീവിതകഥയെ 3 ചാപ്റ്ററായിട്ടാണ് തിരിച്ചിരിക്കുന്നതും. വിഷ്ണു വിശാലാണെങ്കിൽ കഥ കേൾക്കുവാനായും സമ്മതിക്കുകയാണ്. അങ്ങനെ അശ്വിൻ കഥ പറയുവാനായും ആരംഭിച്ചു. ആദ്യത്തെ ചാപ്റ്റർ എന്നത് നമ്മുടെ നായകനായ അശ്വിൻ ആണെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്. അശ്വിൻ 9ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന സമയം അശ്വിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടുണ്ട്, രസ്ന. അശ്വിന്റെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കുന്നത് അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ രസ്നയാണ്. അശ്വിന്റെ വീട്ടിൽ അച്ഛനും അമ്മയുമാണുള്ളത്. അശ്വിന്റെ അമ്മയാണെങ്കിലോ ബാങ്ക് എംപ്ലോയിയും. അശ്വിന്റെ അച്ഛനാണെങ്കിൽ ഈ ജോത്സ്യം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് വിശ്വാസമുള്ള ആളും. രണ്ടുപേർക്കും ഇടയിൽ എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും ഒക്കെയാണ്. എന്തെങ്കിലും കാര്യം പറഞ്ഞ് രണ്ടുപേരും എപ്പോഴും വഴക്കാണ്. അച്ഛനും അമ്മയും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് അധികമൊന്നും അശ്വിൻ കണ്ടിട്ടേയില്ല. തന്റെ സങ്കടമെല്ലാം റസ്നയോട് വന്ന് പറയുന്നു. അപ്പോൾ റസ്ന പറയും, എടാ, നീ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരിക്കലും അറേഞ്ച്ഡ് മാരേജ് ചെയ്യരുത്. നീ ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് മാത്രമേ വിവാഹം കഴിക്കാവൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാമല്ലോ. നിന്റെ അച്ഛനും അമ്മയും അറേഞ്ച്ഡ് മാരേജ് ചെയ്തത് കൊണ്ടാ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. അതുകൊണ്ട് നീ ഒരിക്കലും ആ ഒരു കുരുക്കിൽ ചെന്ന് ചാടരുത് എന്നാണ് കൂട്ടുകാരൻ അവനെ ഉപദേശിക്കുന്നതും. എന്നാൽ അശ്വിൻ ചോദിക്കുന്നത്, എന്നെ ആര് നോക്കാനാടാ? ഒരു പെൺകുട്ടി പോലും നമ്മളെ നോക്കി ചിരിക്കുന്നത് പോലുമില്ല. അങ്ങനെയുള്ള സമയത്ത് ഏത് പെണ്ണാ എന്നെ പ്രണയിക്കാൻ എന്നൊക്കെ അശ്വിൻ പറയുന്നു. രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ ഒരു പെൺകുട്ടി അശ്വിനെ നോക്കി കൈ കാണിക്കും. ആ പെൺകുട്ടിയുടെ പേരാണ് രവീണ. പക്ഷെ അവൾ 10ാം ക്ലാസ്സിലാണെന്ന് മാത്രം. അത് കാണുന്ന രസ്നയും അശ്വിനും ഞെട്ടിപ്പോവുകയാണ്. കാര്യം അവരെ ഒരു പെൺകുട്ടി പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. ദേ ഇപ്പോൾ ഒരു പെൺകുട്ടി അവന്മാരെ നോക്കി ചിരിക്കുന്നു. അത് കാരണം രസ്ന പറയും, ഒരു കാര്യം ചെയ്, നീ അവളെ തന്നെ അങ്ങ് സെറ്റാക്ക്. രസ്ന പറയുന്നത് കേട്ട് അശ്വിൻ പറയും, ഇത് അതൊന്നുമല്ല, നമ്മൾ രണ്ടുപേരും ഒരേ അപ്പാർട്ട്മെന്റിലുള്ളതാ. ആ ഒരു പരിചയത്തിന്റെ പുറത്ത് അവൾ കൈ കാണിക്കുന്നതായിരിക്കും. മാത്രവുമല്ല നമ്മളെക്കാൾ സീനിയർ അല്ലേ എന്നുള്ള കാര്യവും അശ്വിൻ പറയുന്നു. അടുത്ത ദിവസവും രവീണ ഇതുപോലെ തന്നെ അശ്വിനെ കണ്ട് കൈ കാണിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അത് കാരണം അശ്വിൻ നേരെ രവീണയ്ക്കടുത്ത് സംസാരിക്കുവാനായും എത്തും. രവീണയോട് മിണ്ടുവാനെത്തിയ അശ്വിനോട് നേരിട്ടവൾ അവനെ ഇഷ്ടമാണെന്നുള്ള കാര്യം തുറന്നു പറയുന്നു. അത് കേട്ട് ലോട്ടറി അടിച്ച അവസ്ഥയായിരുന്നു അശ്വിന്. അവൻ ഒരുപാട് സന്തോഷമായി. അവനും തിരിച്ചു തനിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യവും രവീണയോട് പറയുന്നു. എന്നിട്ട് നേരെ റസ്നയോട് വന്ന് എല്ലാ കാര്യങ്ങളും പറയും. റസ്നയ്ക്കും ഒരുപാട് സന്തോഷമായി. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം രവീണയും അശ്വിനും ഒരുമിച്ച് കറങ്ങി നടക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. രണ്ടുപേരും പ്രണയത്തിലായതിൽ പിന്നെ റസ്നയ്ക്ക് അശ്വിനെ കണ്ടുകിട്ടാൻ പോലുമില്ല എന്നൊരവസ്ഥയായി. തന്റെ കൂട്ടുകാരൻ എപ്പോഴും തന്റെ കാമുകിക്ക് പിറകെയാണല്ലോ. അപ്പാർട്ട്മെന്റിലായിരിക്കുന്ന സമയത്ത് രണ്ടുപേരും പരസ്പരം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ആരും അറിയാതെ ടെറസിലേക്ക് പോയി കിസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രവീണയെ അവളുടെ അച്ഛൻ വഴക്ക് പറയുന്നത് അശ്വിൻ കേൾക്കും. നീ ഇനി ആ ഒരു പയ്യനുമായിട്ട് സഹകരിക്കരുത്. അവനെ വിവാഹം കഴിക്കുവാൻ പോലും ഞാൻ നിന്നെ സമ്മതിക്കത്തില്ല. ഈ ഒരു ബന്ധം ഇവിടെ അവസാനിപ്പിച്ചോളണം എന്നൊക്കെ അവളോട് പറയുന്നു. അവളാണെങ്കിലോ തിരിച്ചെതിർത്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന അശ്വിൻ കരുതുന്നത് അവനുമായിട്ടുള്ള റിലേഷൻ വീട്ടിൽ പൊക്കിയത് കൊണ്ടാണ് ഇത്രയും പ്രശ്നമായതെന്നാണ്. എന്നാൽ അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്.
രവീണയുടെ അച്ഛൻ പയ്യന്റെ പേര് പറയുന്നത് കേട്ട് അശ്വിൻ ഞെട്ടിപ്പോകും. അശ്വിന്റെ പേരല്ല രവീണയുടെ അച്ഛൻ പറഞ്ഞത്, മറ്റൊരു പയ്യന്റെ പേരാണ്. രവീണ മറ്റൊരു പയ്യനുമായി പ്രണയത്തിലാണ്. ആ ഒരു പ്രണയമാണ് ഇപ്പോൾ പൊക്കിയിരിക്കുന്നതും. അത് കേട്ടതും അശ്വിനാണെങ്കിൽ തകർന്നു പോകുന്നു. കാരണം അവൾ അശ്വിനെ വെറും സ്റ്റെപ്പിനിയായിട്ട് മാത്രമാണ് കൊണ്ടു നടന്നതും. അവൾക്ക് ഒരേ സമയം രണ്ട് പ്രണയമുണ്ടായിരുന്നു. ഇതെല്ലാം അറിഞ്ഞ അശ്വിനാണെങ്കിൽ സഹിക്കാനായില്ല. അടുത്ത ദിവസം സ്കൂളിൽ എത്തിയ സമയത്ത് ഉടനെ തന്നെ രസ്നയോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയും. രസ്നയ്ക്കും അത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായി. സ്കൂളിൽ വെച്ച് രവീണയോട് സംസാരിക്കുവാനായി ചെല്ലുന്ന സമയത്ത് അവൾ അശ്വിനെ വല്ലാതെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ അശ്വിൻ രണ്ടും കൽപ്പിച്ച് അവളോട് സംസാരിക്കുവാനായും തീരുമാനിക്കും. സത്യത്തിൽ ഞാൻ നിന്റെ ആരായിരുന്നു എന്നൊക്കെ അശ്വിൻ ചോദിക്കുന്ന സമയത്ത്, ദേ നീ എന്തിനാ എന്റെ പേര് പറഞ്ഞൊക്കെ വിളിക്കുന്നത്? ഞാൻ നിന്റെ സീനിയറാ, എന്നെ ചേച്ചി എന്ന് വിളിച്ചോ. പിന്നെ ഞാനും നീയുമായിട്ട് എന്താ ബന്ധം എന്നൊക്കെയുള്ള രീതിയിലാണ് അവൾ സംസാരിക്കുന്നതും. ഇനി എന്നെ ശല്യം ചെയ്യുവാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ മാമിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് വിരട്ടിയിട്ട് രവീണ അവിടെ നിന്ന് പോകുന്നു. അതോടുകൂടി ഇനി എന്തായാലും രവീണയുടെ ജീവിതത്തിലേക്ക് താൻ പോകരുത്. അവൾ അവളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് തന്നെ ഉപയോഗിച്ചത് എന്നുള്ള കാര്യം അശ്വിന് മനസ്സിലായി. രവീണയുടെ സ്വഭാവം മനസ്സിലാക്കിയ അശ്വിനാണെങ്കിൽ ഇത്തരം ഒരു സ്വഭാവമുള്ള പെണ്ണിന്റെ പിന്നാലെ നടക്കുന്നതിനേക്കാൾ നല്ലത് തന്റെ ഭാവി നോക്കുന്നതാണെന്ന് ചിന്തിച്ച് രവീണയുടെ കാര്യം അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. അങ്ങനെ പ്രസന്റ് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. വിഷ്ണു വിശാലിന് നമ്മുടെ അശ്വിന്റെ ചാപ്റ്റർ 1 കഥ ഒരുപാട് ഇഷ്ടമായി. ഇതുപോലെ ബാക്കിയുള്ള കഥകൾ പറയുവാനായിട്ടും വിഷ്ണു വിശാൽ പറയുന്നു. അടുത്തത് ചാപ്റ്റർ 2 ആണ്. പക്ഷേ ഇത് സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് അശ്വിൻ പറയും. അങ്ങനെ ചാപ്റ്റർ 3 ആരംഭിക്കുകയാണ്. 5 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. 5 വർഷങ്ങൾക്ക് ശേഷം രസ്നയും അശ്വിനുമെല്ലാം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയം. രസ്നയ്ക്കാണെങ്കിലോ മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവളുമായിട്ടുള്ള കല്യാണത്തിന് രസ്നയുടെ വീട്ടുകാരെല്ലാവരും സമ്മതിച്ചതിനാൽ എൻഗേജ്മെന്റ് നടക്കുവാൻ പോവുകയാണ്. രസ്നയുടെ കാമുകിക്കാണെങ്കിൽ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്. അവളുടെ പേരാണ് മീര. മീരയാണ് ഈ ഒരു ചാപ്റ്ററിലെ നായിക. എൻഗേജ്മെന്റിന് അന്ന് റസ്ന താൻ വിവാഹം കഴിക്കുവാൻ പോകുന്ന പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനെല്ലാത്തിനും ഹെൽപ്പ് ചെയ്തത് അശ്വിനായിരുന്നു. ഈ ഒരു കാര്യം മീര അറിയുകയാണ്. അശ്വിൻ ചെയ്തു കൊടുത്ത കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അത് കേട്ട് മീരയ്ക്ക് വല്ലാതെ ഇംപ്രസ് ആകുന്നു. അശ്വിൻ ആരാണെന്നൊക്കെ റസ്നയോട് തിരക്കും. അശ്വിനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അശ്വിന്റെ പ്രവൃത്തിയും സംസാരവും ഒക്കെ മീരയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ എൻഗേജ്മെന്റ് നല്ല രീതിക്ക് കഴിയുന്നു. അതിനുശേഷം ബാച്ചിലർ പാർട്ടിയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഗോവയ്ക്ക് പോയാലോ എന്ന് അശ്വിനും രസ്നയും തീരുമാനിക്കും. അശ്വിനും രസ്നയും, രസ്ന വിവാഹം കഴിക്കുവാനായി പോകുന്ന പെൺകുട്ടിയും മീരയും എല്ലാവരും ചേർന്നാണ് ഗോവയിലേക്ക് പോകുന്നത്. അവിടെ അവർ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നു. ഗോവയിലായിരുന്ന സമയമെല്ലാം അശ്വിനും മീരയുമാണ് ഒരുമിച്ച് നടക്കുന്നതും അവർ പരസ്പരം സംസാരിക്കുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. അശ്വിനാണെങ്കിൽ മീരയോട് ചെറിയ ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ മീരയ്ക്കും ചെറിയൊരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാവുകയാണ്. രണ്ടുപേർക്കുമിടയിൽ അവസാനം അത് പ്രണയമായി മാറുവാനായും തുടങ്ങി. എന്നാൽ ഈ മീരയാണെങ്കിൽ അശ്വിനേക്കാൾ വയസ്സിന് മുതിർന്ന കുട്ടിയാണ്. അശ്വിൻ ചിന്തിക്കും, തനിക്ക് കിട്ടുന്നതെല്ലാം ഇതുപോലുള്ള സീനിയർമാരെയാണല്ലോ. എന്തായാലും കുഴപ്പമില്ല, പരസ്പരം മനസ്സിലാക്കിയാൽ മതി, മനസ്സിൽ സ്നേഹം ഉണ്ടായിരുന്നാൽ മതി, അത് മതിയല്ലോ ജീവിക്കാൻ. അതിനേക്കാൾ കൂടുതൽ പ്രായത്തിന് എന്ത് കാര്യമെന്നൊക്കെ അശ്വിൻ ചിന്തിക്കുന്നു. ഒരിക്കൽ അശ്വിൻ അവനെക്കുറിച്ചും അവന്റെ കുടുംബത്തെക്കുറിച്ചുമെല്ലാം മീരയോട് സംസാരിക്കുവാനും തുടങ്ങി. കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. എനിക്ക് അവരിൽ നിന്നും ഒരു സന്തോഷിക്കുന്ന കാര്യങ്ങളും ഉണ്ടായിട്ടുമില്ല. എൻ്റെ അച്ഛനാണെങ്കിൽ എപ്പോഴും ജ്യോത്സ്യം, ദൈവവിശ്വാസം അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു വഴിയിലൂടെ പോയി. അമ്മയ്ക്കാണെങ്കിലോ അതൊട്ടും ഇഷ്ടമല്ലായിരുന്നു. അത് കാരണം അവർക്കിടയിൽ എന്നും തന്നെ പ്രശ്നങ്ങളായിരുന്നു. അത് കണ്ടാണ് ഞാൻ വളർന്നത്. ഒരിക്കലും നമ്മൾ രണ്ടുപേരും ഒരു കാരണത്തെ കൊണ്ടും ഒരിക്കലും വഴക്കിടാൻ പാടില്ല എന്നുള്ള കാര്യമെല്ലാം അശ്വിനാണെങ്കിൽ മീരയോട് പറയുന്നു. അശ്വിൻ സംസാരിക്കുന്നതെല്ലാം ഒരു സിനിമാ കഥ പറയുന്നത് പോലെയാണ്. അശ്വിൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മീരയ്ക്കാണെങ്കിൽ അശ്വിൻ ഒരു സിനിമാ കഥ പറയുന്നത് പോലെയാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ മീര അശ്വിനോട് ചോദിക്കും, നീ പറയുന്നതെല്ലാം ഒരു ഡയറക്ടർ ആക്ടറിനോട് സിനിമാ കഥ പറയുന്നത് പോലെയുണ്ടല്ലോ. എടാ, നിനക്കിതിൽ നല്ല കഴിവുണ്ട്, നീ ഒരു ഡയറക്ടർ ആകുവാനായി ശ്രമിച്ചു നോക്കിക്കൂടെ എന്നും അശ്വിനോട് പറയുന്നു. അത് കേട്ട അശ്വിനും ശരിയാണല്ലോ എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ മീര അവനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. ഒരു ഡയറക്ടർ ആകുന്നതിന് വേണ്ടിയിട്ട് അവന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും അവൾ ചെയ്യുവാനായും തീരുമാനിക്കുന്നു. അങ്ങനെ അശ്വിനാണെങ്കിൽ കോളേജിൽ നടക്കുന്ന ചെറിയ ചെറിയ കോമ്പറ്റീഷനും ഒക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ താനൊരു ഡയറക്ടർ ആയാലോ എന്നുള്ള ചിന്തയും അവന്റെ മനസ്സിൽ കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു.
എന്നാൽ ഈ മീരയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ മീരയുടെ അച്ഛനാണെങ്കിൽ കുട്ടിക്കാലത്തെ മരണപ്പെട്ടു പോയി. അവളുടെ അമ്മയാണ് പിന്നീട് അവളെ വളർത്തിയതും. എന്നാൽ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് ഒരുപാട് സ്വത്ത് സമ്പാദിച്ചു വെച്ചതുകൊണ്ട് തന്നെ ജോലിക്കൊന്നും പോയി അമ്മയ്ക്ക് അവളെ നോക്കേണ്ടി വന്നില്ല. അച്ഛന്റെ ആ ഒരു സമ്പാദ്യം കൊണ്ടാണ് അവർ ജീവിക്കുന്നതും. എന്നാൽ അവരിപ്പോൾ ജീവിക്കുന്നത് അമ്മയുടെ സഹോദരനൊപ്പമാണ്. മാമന്റെ സ്വഭാവമൊന്നും മീരയ്ക്ക് അത്ര ഇഷ്ടമാകുന്നതേയില്ല. എപ്പോഴും അവരെ ഭരിക്കും. മീരയെയും അമ്മയെയും അയാൾ ഒരുപാട് ടോർച്ചറും ചെയ്യും. അവരുടെ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അയാളുടെ ടോർച്ചർ എല്ലാം സഹിച്ചാണ് മീര നിൽക്കുന്നതും. മീരയ്ക്കാണെങ്കിലോ മാമനെ ഒട്ടും തന്നെ ഇഷ്ടമേ അല്ല. മീര തന്റെ മാമനെ പറ്റിയെല്ലാം അശ്വിനോട് സംസാരിക്കുന്നുണ്ട്. അശ്വിൻ പറയും, എന്തായാലും കുറച്ചുനാൾ കഴിഞ്ഞ് ഞാൻ നിന്നെ വിവാഹം കഴിക്കും. അതോടുകൂടി നിന്റെ മാമന്റെ ടോർച്ചറിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാമല്ലോ. അമ്മയെ കൂടി ഞാൻ കൊണ്ടുവരും. നമുക്ക് അമ്മയെ നോക്കാമെന്നും അശ്വിൻ മീരയോട് പറയുന്നു. അശ്വിന്റെ ആ വാക്കുകൾ അവനോടുള്ള പ്രണയം അവൾക്ക് കൂടുവാനും കാരണമായി. കാരണം അത്രയ്ക്ക് നല്ല കാര്യമാണല്ലോ അശ്വിൻ പറഞ്ഞിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ മീരയ്ക്ക് അവനെ ഒരുപാട് ഇഷ്ടമായി. അശ്വിൻ ആണെങ്കിലോ ഒരു ഡയറക്ടറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി മാറുകയാണ്. അശ്വിൻ പതിയെ പതിയെ ജോലിയിൽ ബിസിയാകുവാനായും തുടങ്ങി. അവന് മീരയെ ശ്രദ്ധിക്കാൻ പോലും സമയം കിട്ടാതെയുമായി. എന്നാൽ മീരയുടെ വീട്ടിലാണെങ്കിലോ അവളുടെ മാമനാണെങ്കിൽ അവളെയും അവളുടെ അമ്മയെയും വല്ലാതെ ദ്രോഹിക്കുവാനായും തുടങ്ങിയിരുന്നു. അയാളുടെ ദ്രോഹം താങ്ങാനാകാതെ എങ്ങനെയെങ്കിലും തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നും മീര തീരുമാനിക്കും. മീര അശ്വിനോട് മാമനെ പറ്റി സംസാരിക്കുവാനായി വരുന്ന സമയം അശ്വിനാണെങ്കിലോ ജോലിയിൽ തിരക്കും. അവളെ കേൾക്കുവാനായിട്ടും അവൻ കൂട്ടാക്കുന്നതേയില്ല. അവൾ എന്ത് കാര്യം പറയുവാൻ വന്നാലും അവളെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അശ്വിൻ. മാത്രവുമല്ല, ഒരു ഘട്ടത്തിൽ അശ്വിനാണെങ്കിലോ മീരയോട് വല്ലാതെ ദേഷ്യപ്പെടുകയും ചെയ്തു. അത് കാണുന്ന മീരയ്ക്ക് തന്റെ മാമൻ എങ്ങനെയാണോ തന്നോട് ദേഷ്യപ്പെടുന്നത് അതുപോലെയാണ് തോന്നിയത്. അവൾക്ക് അശ്വിനെ വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. അതിനുശേഷം മീരയാണെങ്കിൽ അശ്വിനോട് വലുതായിട്ട് മിണ്ടുവാൻ പോലും കൂട്ടാക്കുന്നില്ല. അശ്വിന്റെ ദേഷ്യമെല്ലാം മാറിയ സമയത്ത് അവനെ ഫോൺ വിളിക്കുമെങ്കിലും അശ്വിനാണെങ്കിലോ മീരയെ ചെറുതായിട്ട് ഒഴിവാക്കുവാനായും തുടങ്ങി. അശ്വിന് ചെറിയ ഈഗോ പ്രശ്നവും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് കൂടുതലും മീരയെ ഒഴിവാക്കുവാനായും കാരണം. അശ്വിനെ ഒഴിവാക്കുന്നത് മനസ്സിലായി മീരയും ഇനി അവന്റെ പിന്നാലെ പോകണ്ട എന്ന് തീരുമാനിക്കും. അതോടുകൂടി രണ്ടുപേരും രണ്ട് സൈഡാവുകയായിരുന്നു. ചാപ്റ്റർ 3 കേട്ടുകൊണ്ടുവന്ന വിഷ്ണു വിശാലാണെങ്കിൽ അവനോട് ചോദിക്കും, ഇതേതാ ഇന്റർവെൽ സെക്ഷൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഇത് ക്ലൈമാക്സ് ആണ്. ഇതോടുകൂടി കഥ തീരുകയാണെന്നും വിഷ്ണു വിശാലിനോട് പറയുന്നു. അത് കേട്ട് വിഷ്ണു വിശാലും ആ ഒരു ഡയറക്ടറും ചോദിക്കും, അതെങ്ങനെ കഥ തീർന്നാൽ ശരിയാകില്ലല്ലോ, ഇത് എൻഡിംഗ് ഒന്നും ആയില്ലല്ലോ, ഇതൊരു ഇന്റർവെല്ലിൽ ഒതുക്കാനല്ലേ പറ്റൂ, നിങ്ങൾ എന്തായാലും ഇതിന്റെ ക്ലൈമാക്സ് കൂടി പറയുവാനേയും പറയും. പക്ഷേ അശ്വിനാണെങ്കിൽ ക്ലൈമാക്സ് ഒന്നുമില്ല, അത് തന്നെയാണ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. വിഷ്ണു വിശാൽ പറയും, ഒരു കാര്യം ചെയ്യ്, നീ ആദ്യം പോയി ആ മീരയോട് ഉള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് നിങ്ങൾ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുവാനായി നോക്ക്. എന്നിട്ട് അതൊരു കഥയായി എഴുതി എങ്ങനെയെങ്കിലും ഈ ഒരു ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലൈമാക്സും ഇതിൽ എഴുതി ഒപ്പിക്കുവാനായിട്ടും വിഷ്ണു വിശാൽ പറയുന്നു. പക്ഷേ അശ്വിന്റെ ഈഗോ അതിന് സമ്മതിക്കുമോ? മീരയുമായിട്ട് മിണ്ടുവാനായിട്ട് അവൻ കൂട്ടാക്കുന്നതേയില്ല. ഡയറക്ടറും വിഷ്ണു വിശാലും എത്ര തന്നെ നിർബന്ധിച്ചിട്ടും മീരയുമായിട്ട് വീണ്ടും സഹകരിക്കുവാനായിട്ട് അശ്വിൻ കൂട്ടാക്കുന്നതേയില്ല. തന്റെ കഥ ഇതുവരെ മതി എന്നുള്ള രീതിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അശ്വിൻ. വിഷ്ണു വിശാൽ അശ്വിനോട് പറയും, നിങ്ങൾക്കിടയിലെ ചെറിയ ഈഗോയ ഈ വിധ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഇത് ചെറിയ ചെറിയ വഴക്കല്ലേ, ഇത് നിങ്ങൾക്ക് ഒത്തുതീർപ്പാക്കി പൊക്കിയൂടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് ഒരു സത്യം അശ്വിൻ തുറന്നു പറയുന്നത്. ജോലിയിലെ ടെൻഷൻ കാരണം അശ്വിനാണെങ്കിലും മീരയെ ശ്രദ്ധിക്കുവാനായും സമയം കിട്ടുന്നില്ല. അവൾ എന്ത് കാര്യമെന്ന് പറയുവാനായി ശ്രമിച്ചാലും അവളെ അവൻ അവോയ്ഡ് ചെയ്തു വിടും. എന്നാൽ അവന്റെ പ്രശ്നങ്ങൾ മാത്രം അവളോട് ഷെയർ ചെയ്യുവാനായും പോകുമായിരുന്നു. അവളെ ഒട്ടും കെയർ ചെയ്യാതായി. അതോടുകൂടി മീരയ്ക്കൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ പ്രശ്നമുണ്ടാകും. അപ്പോൾ പിരിയുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ അങ്ങ് പിരിയുന്നതല്ലേ എന്ന് തീരുമാനിച്ചാണ് രണ്ടും രണ്ടു വഴിക്ക് പിരിഞ്ഞതും. ആ ഒരു കാര്യമെല്ലാം വിഷ്ണു വിശാലിനോട് പറയുന്നു. എന്നാൽ വിഷ്ണു വിശാൽ പറയുന്നത്, എല്ലാ റിലേഷനിലും പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷേ അതെല്ലാം തിരുത്തി പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ല കാര്യം. നീ എന്തായാലും മീരയെ പോയി കാണ്, അവളെ ഒന്ന് സമാധാനിപ്പിച്ച് നിങ്ങൾ പഴയ റിലേഷനിലേക്ക് തിരിച്ചു വാ, എന്നിട്ട് കഥ കംപ്ലീറ്റ് ആക്ക്. അപ്പോൾ നിനക്കൊരു ജീവിതവും കിട്ടും, എനിക്കൊരു സിനിമയും കിട്ടുമെന്നും വിഷ്ണു വിശാൽ പറയുന്നു. വിഷ്ണു വിശാൽ പറയുന്നതിനെ കുറിച്ചെല്ലാം അശ്വിൻ ചിന്തിക്കും. എന്നാലും അവന് മീരയോട് പോയി മിണ്ടുന്നതിന് വലിയ ഈഗോയായിരുന്നു. വീണ്ടും അവന്റെ നാളുകൾ കടന്നു പൊയ്ക്കൊണ്ടേയിരുന്നു. അശ്വിൻ തന്റെ ഡയറക്ടറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തന്നെ തുടർന്നു പോകുന്നു. അവന്റെ അച്ഛനും അമ്മയും ആണെങ്കിൽ വഴക്ക് ഇതുവരെയും അവസാനിപ്പിച്ചിട്ടേയില്ല. അവരെപ്പോഴും വഴക്ക്. അത് കാരണം അവർക്ക് അശ്വിനെ പോലും ശ്രദ്ധിക്കുവാനും സമയം കിട്ടുന്നില്ല. അച്ഛന്റെയും അമ്മയുടെയും ഇടയിൽപ്പെട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അശ്വിനും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അശ്വിന്റെ ഡയറക്ടർ ആണെങ്കിൽ വിഷ്ണു വിശാലിനെ വെച്ച് സിനിമ ചെയ്യുകയായിരുന്നു. ഡയറക്ടർ അശ്വിനോട് ചോദിക്കും, നീ വിഷ്ണു
വിഷ്ണു വിശാലിന്റെ അടുത്ത് കഥ പറയുവാനായി പോയിട്ട് എന്തായി, വല്ലതും നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അശ്വിൻ തുറന്നു പറയും. അത് കേട്ട് ഡയറക്ടർ പറയുന്നത്, നിനക്ക് വിഷ്ണു വിശാൽ ഒരു ചാൻസ് തന്നിട്ടുണ്ട്, എങ്ങനെ അത് കംപ്ലീറ്റ് ആക്കണമെന്ന്, അതുപോലെ നീ ചെയ്, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ അവനെ ഒരുപാട് ഉപദേശിക്കും. ഡയറക്ടർ പറയുന്നതും കൂടെ കേട്ടപ്പോൾ അശ്വിനാണെങ്കിൽ മീരയെ പോയി കണ്ട് തന്റെ പ്രശ്നമെല്ലാം സോൾവ് ചെയ്യുവാനായും തീരുമാനിച്ച് അവൻ നേരെ ലണ്ടനിലേക്ക് പോകും. ലണ്ടനിലെ ഒരു ഹോസ്പിറ്റലിൽ നഴ്സായിട്ടാണ് മീര വർക്ക് ചെയ്യുന്നത്. അങ്ങനെ മീരയെ പോയി കാണുകയാണ്. പക്ഷേ അപ്പോഴാണ് അവൻ കുറച്ച് കാര്യങ്ങൾ അറിയുന്നത്. മീരയ്ക്ക് ഒരു എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവനുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് രണ്ടുപേരും ഇപ്പോൾ ലിവിങ് ടുഗദറിലാണ്. അത് മനസ്സിലാക്കുന്ന അശ്വിന് വെറുതെ മീരയെ താൻ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ എന്നുള്ളൊരു കുറ്റബോധമൊക്കെ തോന്നുന്നു. എന്നാലും അവളെ സമാധാനിപ്പിച്ച് ആ ഒരു ബന്ധത്തിൽ നിന്നും അവളെ പുറത്തോട്ട് കൊണ്ടുവന്ന് തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ അവൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാത്തിനും മാപ്പ് പറയുവാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അല്ലാതെ വിഷ്ണു വിശാൽ പറഞ്ഞതുപോലെ അവളെ സമാധാനിപ്പിച്ച് തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശമൊന്നും അവനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ ഇതുവരെ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് എല്ലാത്തിനും ക്ഷമ ചോദിച്ചിട്ട് അവൻ നേരെ നാട്ടിലേക്ക് വരും. അശ്വിൻ പോയതിനു ശേഷം മീരയാണെങ്കിൽ അശ്വിനെ പറ്റി ചിന്തിക്കുവാനായും തുടങ്ങി. അവൻ വന്നപ്പോൾ ക്ഷമയൊക്കെ ചോദിച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് മീരയ്ക്ക് അവനെ വല്ലാതെ മിസ് ചെയ്യുവാനായും തുടങ്ങി. മീര അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ആ സ്നേഹത്തിനെ കുറിച്ചെല്ലാം അവൾക്കിപ്പോൾ ഓർമ്മ വരുന്നു. അങ്ങനെ അവൾ മറ്റൊന്നും ചിന്തിച്ചില്ല. നേരെ അവൾ ഫ്ലൈറ്റ് പിടിച്ച് ചെന്നൈയിലേക്കും എത്തുകയാണ്, അതും അശ്വിനെ കാണുവാൻ വേണ്ടിയിട്ട്. അശ്വിനെ കാണാനെത്തിയ മീര അശ്വിനോട് പറയും, നീ എന്താ ആഗ്രഹിച്ചത്? നിന്റെ അച്ഛനും അമ്മയും വഴക്കു കൂടുന്നത് പോലെ നമ്മൾ ഒരിക്കലും വഴക്കു കൂടാൻ പാടില്ല, അതല്ലേ? എനിക്കതിന് സമ്മതമാണ്. ഇനി ഒരിക്കലും നീയുമായിട്ട് ഞാനൊരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല. നമുക്കിനി വഴക്കു കൂടാതെ സന്തോഷത്തോടു കൂടി നമ്മുടെ ആ ഒരു പഴയ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാമെന്നും മീര പറയുന്നു. അത് കേട്ട അശ്വിനും ഒരുപാട് സന്തോഷമായി. അങ്ങനെ രണ്ടുപേരും ഒന്നിക്കുകയാണ്. അതോടുകൂടി അശ്വിൻ തന്റെ കഥ കംപ്ലീറ്റ് ആക്കി വിഷ്ണു വിശാലിന്റെ അടുത്തെത്തി. കഥയെല്ലാം കേട്ട് കഴിഞ്ഞ് വിഷ്ണു വിശാലാണെങ്കിൽ, നീ തന്നെ ഡയറക്റ്റ് ചെയ്യണം, പിന്നെ ഞാൻ തന്നെ അഭിനയിക്കും, ഞാൻ തന്നെ പ്രൊഡ്യൂസും ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു ബ്ലാങ്ക് ചെക്ക് അവന് നൽകുകയാണ്. അത് കാണുമ്പോൾ അശ്വിനും ഒരുപാട് സന്തോഷമായി. അങ്ങനെ മീരയും അശ്വിനും വിവാഹവും കഴിക്കുന്നു. അശ്വിൻ ഡയറക്റ്റ് ചെയ്ത അശ്വിന്റെ കഥ വിഷ്ണു വിശാൽ നായകനായ ആ ഒരു സിനിമ പുറത്തിറങ്ങുകയാണ്. അതോടുകൂടി അശ്വിന്റെ തലവര തന്നെ മാറുകയാണ്. സിനിമ വൻ ഹിറ്റ് ആവുകയും ചെയ്തു. അതോടുകൂടി സിനിമയുടെ കഥ അവസാനിക്കുകയാണെന്ന് കരുതരുത്. സിനിമ തുടങ്ങുന്ന സമയത്ത് അശ്വിനാണെങ്കിൽ ചാപ്റ്റർ 2 സസ്പെൻസ് ആക്കി വെച്ചിരിക്കാൻ പറഞ്ഞില്ലേ? സത്യത്തിൽ ആ ചാപ്റ്റർ എന്തെന്നാൽ അശ്വിനാണെങ്കിൽ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. എന്നാൽ ആ പെൺകുട്ടിക്കാണെങ്കിലോ മറ്റൊരു പെണ്ണിനെയായിരുന്നു ഇഷ്ടം. അവർ രണ്ടുപേരും ലെസ്ബിയൻസ് ആയിരുന്നു. അതാണ് ചാപ്റ്റർ 2ന്റെ കഥയും. അതോടുകൂടി ഈ ഒരു സിനിമയുടെ മുഴുവൻ കഥയും അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.